ഇത് വായിക്കുന്ന നിങ്ങളും എഴുതുന്ന ഞാനും ഈ നിമിഷത്തിൽ ഇന്ത്യയിലെ വോട്ടർമാരല്ല. ജനകീയ ജാഗ്രത ആവോളം വേണ്ട നാളുകളാണ് വരുന്നത്. 2002 ശേഷം പേര് ചേർക്കപ്പെട്ട മുഴുവൻ വോട്ടർമാരും കമ്മീഷൻ പറയുന്ന 12 രേഖകളിൽ ഒന്ന് ഹാജരാക്കി ഇനി ഇടം പിടിക്കണം. വോട്ടർ പട്ടിക പുറത്താക്കാൻ അവർ ശ്രമിക്കും, തടയാൻ നമ്മളും. ജനാധിപത്യം ഒരു യുദ്ധമുഖത്താണ്. റിസാല അപ്ഡേറ്റ് സഞ്ജയൻ എഴുതുന്നു. ആമുഖമായി ഒരു വാക്യം പറയാം. ഈ അപ്ഡേഷൻ ഇപ്പോൾ വായിക്കുന്ന നിങ്ങളും എഴുതുന്ന ഞാനും ഈ നിമിഷത്തിൽ ഇന്ത്യയിലെ വോട്ടർമാരല്ല. വോട്ടർ പട്ടികയുടെ അതിതീവ്ര പരിശോധന എന്ന SIR 12 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പുറത്തിറക്കി. അതേ നിമിഷം നിലവിലെ വോട്ടർ പട്ടിക അസാധുവായി. ബീഹാറിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറന്തള്ളിയതിൻ്റെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങളുടെ നിഴലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 7.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയങ്ങളുടെ നിഴലിലാണ്. ഭരണഘടനയ്ക്ക് മാത്രം വിധേയമാക്കാൻ ബാധ്യതപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടത്തിൻ്റെ വിധേയരായി എന്ന ആക്ഷേപം സുപ്രീം കോടതിയുടെ മുന്നിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടത്തരുത് എന്ന ഒറ്റക്കെട്ടായ ആവശ്യം തള്ളപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതുന്നു. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെതിരെ ചട്ടം 118 പ്രകാരം കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ്. ബീഹാറിൽ നടന്ന SIR പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ്. പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ SIR പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു. മൗലികാവകാശത്തെ ഹനിക്കുന്ന നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന പ്രമേയം കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. ഫെഡറൽ ഘടനയിൽ സംസ്ഥാനത്തിനുള്ള അധികാരമാണ് ഈ പ്രസ്താവനയിൽ കാണുന്ന സഭാ നടപടി. പക്ഷേ കമ്മീഷൻ ചെവികൊണ്ടില്ല. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കേന്ദ്രത്തിലെ NDA സർക്കാരിന് അതിനിർണായകമാണ്. നിതീഷ് കുമാറിന്റെ 12 സീറ്റ് എന്നത് താങ്ങി നിർത്തുന്ന തൂണാണ്. ബീഹാറിൽ തോറ്റാൽ നിതീഷിന്റെ ഭാവം മാറും, കാലും മാറും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അതാണ്. ബീഹാർ ജയിക്കാൻ മിനറൽ വെള്ളം കൊണ്ട് കൃത്രിമ യമനിയുണ്ടാക്കാൻ പോലും പുറപ്പെട്ട പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. ജയിക്കാൻ സംഘം എന്ത് കളിയും കളിക്കും. ബീഹാറിലെ വോട്ട് പുറന്തള്ളൽ അത്തരം ഒരു കളിയായിരുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കെട്ടിയിറങ്ങിയ കളി. തങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന നിതീഷിനും മോദിക്കും ഉറപ്പുള്ള മനുഷ്യരെ തെരഞ്ഞു പിടിച്ചു വെട്ടി. പലവട്ടം സുപ്രീം കോടതി ചെവിക്ക് കിഴുക്കിയിട്ടും കമ്മീഷൻ വളഞ്ഞ കളികൾ നിർബാധം തുടർന്നു. ബീഹാർ ഫലം വരുമ്പോൾ അറിയാം അതിൻ്റെ ഭയാനകമായ ആഘാതങ്ങൾ.
നവംബർ 4-നാണ് കേരളത്തിലെ നടപടികൾ ആരംഭിക്കുക. ജനാധിപത്യ ജാഗ്രതയും അടിസ്ഥാന വിദ്യാഭ്യാസവും കൂടുതലുള്ള ഇടമെന്ന നിലയിൽ ബീഹാറിലെ പോലെ അരക്കോടി മനുഷ്യരൊന്നും ഇവിടെ പുറന്തള്ളപ്പെടില്ല. പക്ഷേ അർഹനായ ഒരാൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായി അസാധുവാണെന്ന് മറക്കരുത്. ഇമ്മട്ടിൽ പുറത്താക്കപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷവും അടിത്തട്ട് ജനതകളായിരിക്കും എന്നതിനാൽ പ്രത്യേകിച്ചും 2002 വോട്ടർ പട്ടികയാണ് കമ്മീഷൻ അടിസ്ഥാനമാക്കുക. 23 വർഷം മുമ്പുള്ള പട്ടിക എന്ന് കൂട്ടിവായിക്കുക. നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം 23 വർഷം പിറകിലുള്ള ഒന്നിനെ ആധാരമാക്കുന്നു എന്നതും ഓർക്കണം. മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കൽ ലളിതമെന്ന് തോന്നാമെങ്കിലും സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിൽ അതത്ര എളുപ്പമല്ല. ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വ്യവഹാരങ്ങളോട് താല്പര്യം നന്നേ കുറഞ്ഞവരായ ഒരു തലമുറയുടെ കാലത്ത് ഈ രേഖാസമർപ്പണങ്ങൾ വലിയ വെല്ലുവിളിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിൽ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ശ്രദ്ധിക്കാതിരുന്നാൽ അടിത്തട്ട് മനുഷ്യർ കൂട്ടത്തോടെ പുറത്താകും. പ്രവാസികൾ, തൊഴിലുമായി ബന്ധപ്പെട്ട അന്യദിക്കുകളിൽ കഴിയുന്നവർ തുടങ്ങിയ വിവിധ ജനവിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്താകാൻ ഇടയുണ്ട്. മധ്യ ഉപരിവർഗങ്ങൾക്കിടയിൽ മാത്രം സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയെ ഇത്തരം പുറന്തള്ളൽ കേരളത്തിൽ ബാധിക്കില്ല എന്നോർക്കുക. ചിത്രം വ്യക്തമായല്ലോ. 2002 ശേഷം പേര് ചേർക്കപ്പെട്ട മുഴുവൻ വോട്ടർമാരും കമ്മീഷൻ പറയുന്ന 12 രേഖകളിൽ ഒന്ന് ഹാജരാക്കി ഇടം പിടിക്കണം. കേന്ദ്ര സർക്കാരിലെയോ സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സ്ഥിരം ജീവനക്കാർക്കോ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ 1/7/1987 മുമ്പ് സർക്കാരോ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ LICയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിട്ടുള്ള ID കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖ, ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അംഗീകൃത ബോർഡുകൾ, സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, ബന്ധപ്പെട്ട സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, OBC, SC, ST അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ്, ദേശീയ പൗരത്വ രജിസ്റ്റർ നിലനിൽക്കുന്നിടത്തെല്ലാം സംസ്ഥാന തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ, സർക്കാരിൻ്റെ ഭൂമി, വീട് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയാണ് അംഗീകൃത രേഖകൾ. ആധാർ പൗരത്വ രേഖയല്ല താനും. ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ തുടങ്ങുന്ന ഉദ്യോഗസ്ഥ നിരയാണ് സംഗതി നടപ്പാക്കുക. അവർ കാര്യക്ഷമമായി അർപ്പണബോധത്തോടെ ചെയ്താൽ കാര്യങ്ങൾ നേരെയാവും. പക്ഷേ അതിൽ പ്രതീക്ഷ വേണ്ട. ജനകീയ ജാഗ്രത ആവോളം വേണ്ട നാളുകളാണ് വരുന്നത് എന്ന് ചുരുക്കം. അർഹതയുള്ള ഒരാളും പുറത്തു പോകാതെ കാക്കാൻ ആ ജാഗ്രതയ്ക്ക് മാത്രമേ കഴിയൂ. ജനാധിപത്യം സംരക്ഷിക്കാൻ നാം കൊടുക്കേണ്ട വിലയാണത്.